ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം അക്ഷരോപാസന പട്ടേരിപ്പാട് 100 ദിവസങ്ങളെ കൊണ്ട് 1000-ലധികം ശ്ലോകങ്ങളെ കൊണ്ട് സമർപ്പിച്ചപ്പോൾ പൊന്നുഗുരുവായൂരപ്പൻ സസന്തോഷം അതിനെ സ്വീകരിച്ചു. ആ ഓർമ്മകളിൽ ആ മധുരം നുണഞ്ഞുകൊണ്ട് നമ്മളും നാരായണീയ മധുരമായി അക്ഷരോപാസന ആരംഭിച്ചിട്ട് ഇന്നേക്ക് 232 ദിവസം. ഓരോ ദശകം എന്ന് പട്ടേരിപ്പാട് ഭഗവാന് സമർപ്പണം ചെയ്തപ്പോൾ ചിന്തിച്ചു. നമ്മളിൽ ചിന്ത ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു ഭഗവാന്റെ സങ്കല്പം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് 232 ദിവസത്തിലേക്ക് എത്തുമ്പോൾ 22 അധ്യായങ്ങളിലൂടെ 22 ദശകങ്ങളിലൂടെ 232 ശ്ലോകത്തെ നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ആദ്യം ശ്ലോകം ചൊല്ലി, അതിനുശേഷം അതിൻ്റെ അന്വയം, അതിനുശേഷം അർത്ഥം, തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയവും പാടി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ. സ്വകിങ്കരാവേദന ശങ്കിതോയമസ്ത്വദംഘ്രി ഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷദുച്ചകൈ സദേവ വാതാലയ നാഥ പാഹി മാം. യമ സ്വകിങ്കരാവേദന ശങ്കിതഃ ത്വദംഘ്രി ഭക്തേഷു
ന ഗമ്യതാം ഇതി സ്വകീയഭൃത്യാൻ ഉച്ചകൈ അശിശിക്ഷൽ ഹേ വാതാലയനാഥ ദേവ സാ ത്വം മാം പാഹി. ഇവിടെ യമൻ, യമധർമ്മ മഹാരാജാവിൻ്റെ പാർഷദന്മാരെ, ദൂതന്മാരാണ് അജാമിളനെ പിടിക്കാൻ പോയത്. ദേവനായിരിക്കുന്ന ഭഗവാന്റെ പാർഷദന്മാർ വന്ന് അവരെ തടഞ്ഞു. ഏതായാലും യമൻ തൻ്റെ സ്വകിങ്കരാവേദന ശങ്കിത, തൻ്റെ കിങ്കരന്മാര്, തൻ്റെ ദൂതന്മാര്, തൻ്റെ ഭടന്മാർ വന്ന് പറഞ്ഞതിൽ ശങ്കിതനായി, അല്ലാതെ പേടിച്ച് ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി, ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ ഭക്തന്മാരുടെ അടുത്തേക്ക് ഇനി പോകരുത് എന്ന് സ്വകീയഭൃത്യാൻ അശിശിക്ഷതുച്ചകൈ, അവിടുത്തെ ആ ഭക്തന്മാരുടെ അടുത്തേക്ക് പോകരുത് എന്ന് തൻ്റെ ഭൃത്യന്മാരുടെ അടുത്ത് ആ ഉഗ്രശാസന നൽകി, ഉറക്കെ ആ കർശനമായ താക്കീത് നൽകിയിരിക്കുന്ന ഗുരുവായൂരപ്പ സദേവ വാതാലയനാഥ പാഹിമാം, അങ്ങനെയുള്ള ഗുരുപവനപുരിയിൽ മിന്നിത്തിളങ്ങുന്ന കാരുണ്യമൂർത്തെ അവിടുന്ന് ദാ അടിയനെ രക്ഷിക്കണേ, അടിയനെ പാഹി പാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിച്ചത്, ആ ദശകം അവിടെ സമർപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒരിക്കൽ കൂടി മനനം എന്നുള്ള സങ്കല്പത്തിൽ ചൊല്ലി പിന്നീട് ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. സ്വകിങ്കരാവേദന ശങ്കിതോ യമ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാൻ അശിശിക്ഷതുച്ചകൈ സദേവ വാതാലയ നാഥ പാഹി മാം. ഇനി ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. നാരായണ രാധേ കൃഷ്ണ നാരായണ രാധേ കൃഷ്ണ നാരായണ രാധേ കൃഷ്ണ രാധേ ശ്രീകൃഷ്ണ. കിങ്കരന്മാർ കഥയെല്ലാം ചൊല്ലിയ നേരത്തു യമൻ ഭക്തന്മാരുടെ അടുത്തു പോകേണ്ട എന്ന് ദൂതന്മാർക്കു കർശനമാം നിർദ്ദേശവും നൽകിയല്ലോ. ഭക്തപൂജ്യനാകും ദേവ രക്ഷിച്ചിടണേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ രാധാവല്ലഭ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ. നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു.